ബഹുമാനായ അധ്യക്ഷൻ ജസ്റ്റിസ് എം.ആർ. ഹരിഹരൻ നായർ, വേദിയിലുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ എം.ആർ. തമ്പാൻ, ഡോക്ടർ എ.എം. ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സുരേഷ് മാധവ്, ഡോക്ടർ സുധീർ കിടങ്ങൂർ, ശ്രീ ബിജു ശാരദ പത്മനാഭൻ, ഇവിടെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജീവിതം ആവിഷ്കരിക്കുന്ന ഡോക്ടർ സുധീർ കിടങ്ങൂറിൻ്റെ ലീലാപ്രഭു എന്ന പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ 2ാം എഡിഷൻ. അപ്പോൾ ഈ പുസ്തകം അദ്ദേഹം എനിക്ക് നൽകുവാനായിട്ട് വന്നപ്പോൾ ഞാൻ ഡോക്ടർ സുധീറിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിന് ഈ ലീലാപ്രഭു എന്ന് പേരിടാൻ കാരണം. അദ്ദേഹം പറഞ്ഞു, അത് ശ്രീനാരായണ ഗുരു വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ വിളിച്ച ഒരു പേരാണ്. അപ്പോൾ അത് ഒരു ആത്മവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരായതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് എന്ന് പറഞ്ഞു. വളരെ നല്ല ഒരു പേരായിട്ട് എനിക്ക് തോന്നി പുസ്തകത്തിന്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുസ്തകത്തിനോടൊരു ആകർഷണം തോന്നുന്ന ഒരു പുസ്തകനാമം ലീലാപ്രഭു എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ തന്നെ ശ്രീനാരായണ ഗുരു ലീല എന്ന് പറയുന്ന ആ പദവുമായിട്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരു ആധ്യാത്മിക ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനി നവരത്ന മഞ്ജരിയിൽ അദ്ദേഹം ഈ പദം കൊണ്ട് ഒരു വളരെ മനോഹരമായൊരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാല വായുവനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം കാലാദിയായ മൃദു നൂലാല നെയ്യുമൊരു ലീലാപടം ഭവതിമയി മേലാകെ മൂടും അതിനാലാരുമുള്ളതറിവീലാകമാന്ത നിലയേ എന്നാണ് ആ ശ്ലോകം. അപ്പം അതിൽ വളരെ മനോഹരമായ ശ്ലോകമാണ്. മൂലപ്രകൃതി ആയിട്ടുള്ള ഈശ്വര അമ്മ, പ്രപഞ്ചത്തിൻ്റെ മൂലപ്രകൃതിയായ അമ്മ, മേലായ മൂലമതി എന്ന് പറയുന്നതാണ്. ആ പ്രപഞ്ചത്തിൻ്റെ മൂലപ്രകൃതിയെ വർണ്ണിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്നത് കാലാദിയായ മൃദു നൂലാല നെയ്യും ഒരു ലീലാപടം എന്നാണ്. കാലാദി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കാലം എന്ന് പറഞ്ഞ സമയം, ടൈമാണെന്ന് നമുക്കറിയാം. കാലാദി എന്ന് പറയുന്നതിൽ കാലം മുതലുള്ള, അതായത് ടൈം, സ്പേസ് ആൻഡ് കോസ്, ഇതാണ് കാലാദിയായ മൃദുനൂൽ. അപ്പോൾ സമയം, കാലം, കാലം, സ്ഥലം, അതുപോലെ കാരണം, ഈ 3 നൂല് കൊണ്ട് നെയ്യുന്ന ഒരു ലീലാപടം, ഒരു മായാവസ്ത്രം, അതാണ് ലീലാപടം. അത് ഭവതിമയി മേലാകെ മൂടും എന്നാണ് പറയുന്നത്. അപ്പം ഭവതിയുടെ ദേഹം മുഴുവൻ ഈ മായാവസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് ഉള്ളതറിവിയിലാരും ആകമാന്ത നിലയെ, അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ളത് എന്താണ് എന്ന് ആരും അറിയുന്നില്ല എന്നാണ് ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിനെ അറിയാനായിട്ട് മനുഷ്യന് തടസ്സമായിരിക്കുന്ന, നമ്മൾ വിവർത്തം എന്നൊക്കെ പറയുന്ന ഈ പ്രപഞ്ചം, വിവർത്താത്മകമായ ഈ പ്രപഞ്ചം, അത് കാലാദിയായ മൃദു നൂലാലനെയും ഒരു ലീലാപടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ലീലാപടത്തിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം നേടിയ വ്യക്തിയാണ് അദ്ദേഹം ലീലാപ്രഭു എന്ന് അഭിസംബോധന ചെയ്യാനായിട്ട് ഇടയായിട്ടുള്ളത്. ഇപ്പം ലീലാപ്രഭു എന്നതിൻ്റെ അർത്ഥം ദ ലോർഡ് ഓഫ് വിസ്ഡം എന്നോ, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഒരു പ്രഭു, ഒരു ചക്രവർത്തി എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീനാരായണ ഗുരു ലീലാപ്രഭു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ലീലാപ്രഭു എന്ന് പറയുന്ന ഈ പദം എന്തുകൊണ്ടാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾക്ക് അദ്ദേഹം ഉപയോഗിക്കാനായിട്ടിടയായത്? നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അവർ രണ്ടുപേരും 5 വർഷക്കാലത്തോളം സന്തത സഹചാരികളായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഇപ്പോൾ ഉള്ള ആളുകൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു, പലരും പല രീതിയിലൊക്കെ പറയുന്നു. പക്ഷെ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്, അവർ 5 വർഷക്കാലത്തോളം ഒരുമിച്ച് താമസിച്ചു. സുഹൃത്തുക്കളും ഗുരുവും ശിഷ്യനും എല്ലാമായിട്ടുമൊക്കെ ഒരുമിച്ച് താമസിച്ച് പരസ്പരം പിന്നെ ആത്മവിദ്യയിലും അതുപോലെ തന്നെ എല്ലാത്തരം ജ്ഞാനം, അത് യോഗയായിട്ട് ബന്ധപ്പെട്ട ഘടയോഗമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജ്ഞാനയോഗ പ്രവർത്തനങ്ങളിലെല്ലാം പരസ്പരം ഭാഗഭാക്കുകളായി ഒരുമിച്ച് 5 വർഷം താമസിച്ചു കഴിഞ്ഞ അവരുടെ ബന്ധം തീർച്ചയായിട്ടും നമുക്കൊരു പദത്തിൽ മാത്രം ഒതുക്കാൻ കഴിയുന്ന ബന്ധമാണ് എന്ന് തോന്നുന്നില്ല.
അത് ഗുരു ശിഷ്യ ബന്ധം, അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ബന്ധം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ബന്ധം, അതുമല്ലെങ്കിൽ അങ്ങനെ പല മാനങ്ങളുള്ള ഒരു വലിയ ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും യോഗി ഈശ്വരന്മാരായിരുന്നു. അവരുടെ ജ്ഞാനത്തിൻ്റെ ആ സംയോഗം കൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം ചിരകാലം നിലനിന്നു എന്ന് മാത്രമല്ല, അത്തരം ബന്ധങ്ങളെല്ലാം ഒരു കോയിൻസിഡൻസ് എന്ന രീതിയിൽ വരുന്നതാണ്. കോയിൻസിഡൻസ് ഈസ് ഗോഡ്സ് വേ ഓഫ് റിമെയിനിങ് അനോണിമസ് എന്ന് പറയാറുണ്ട്. എല്ലാ ജീവിതത്തിലും പ്രപഞ്ചത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഈ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ദൈവം മറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം നമ്മൾ ഈ ലീലാപ്രഭു എന്ന ഗ്രന്ഥത്തിൽ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും അതിൽ വിവരിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാം ഈ കോയിൻസിഡൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നേരത്തെ ജസ്റ്റിസ് സൂചിപ്പിച്ച ബാലസുബ്രഹ്മണ്യ മന്ത്രം അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ സന്ദർഭം ഉൾപ്പെടെ, അല്ലെങ്കിൽ അത് ആദ്യം ശ്രീനാരായണ ഗുരുവിന് ആദ്യമായിട്ട് അദ്ദേഹം അത് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യവും എന്ന് വേണ്ട നിരവധി കാര്യങ്ങളിൽ ഈ കോയിൻസിഡൻസ് അവിടെ എല്ലാം ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു നിയാമക ശക്തിയുടെ ഒരു കളിയാടൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ അന്തർലീനമായിരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നതാണ്, അത് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് എന്നതാണ് ലീലാപ്രഭു എന്ന ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയൊരു വൈശിഷ്ട്യം എന്നാണ് എനിക്ക് അത് വായിച്ചപ്പോൾ തോന്നിയത്. ഇത്രയും ഒരു മഹാഗുരുവിൻ്റെ, അതും പ്രത്യേകിച്ചും 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു ഗുരുവിൻ്റെ, അല്ലെങ്കിൽ ഒരു മഹാസിദ്ധൻ്റെ അല്ലെങ്കിൽ ജ്ഞാനിയുടെ ജീവിതത്തിൽ അത് എല്ലാ സംഭവവികാസങ്ങളും ഇപ്പോൾ കണ്ടുപിടിച്ച് വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് ചിത്രീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇതിൽ ഗ്രന്ഥകർത്താവ് അത് വളരെ നല്ല രീതിയിൽ നിർവഹിച്ചിരിക്കുന്നു. ഇത് ഒരു നോവലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആഖ്യായിക, ചരിത്രാഖ്യായിക, നോവൽ അല്ലെങ്കിൽ ജീവചരിത്രം, അങ്ങനെ പല രീതിയിൽ നമുക്കിതിന് പേര് വിളിക്കാവുന്ന ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പിന്നെ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പല കഥകളും ആ കഥകളായിട്ട് തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഥകളും ചരിത്രവും കേൾവിയും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും അദ്ദേഹം അതൊരു നോവൽ എന്നുകൂടി വിവക്ഷിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. വളരെ മനോഹരമായ രസകരങ്ങളായ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന പല കഥകളും അദ്ദേഹം അതിൽ പല ഭാഗത്തായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചരിത്രം പറയുന്ന എല്ലാ വസ്തുക്കളും അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരുവും അതുപോലെ ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള ബന്ധത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില കോയിൻസിഡൻസ് അല്ലെങ്കിൽ മറ്റു ചില സവിശേഷതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതവും ഈ ചട്ടമ്പി സ്വാമികളുടെ ജീവിതവും തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ 12 വർഷക്കാലം മറ്റെല്ലാ മതങ്ങളും മനസ്സിലാക്കാൻ അതാത് മതങ്ങളുടെ രീതി അനുസരിച്ച് ജീവിച്ച് എല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ്. അങ്ങനെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം, എല്ലാ മതങ്ങളും ഈശ്വരനിലേക്ക് നയിക്കുന്ന വിവിധ മാർഗങ്ങളാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. 12 വർഷമാണ് അദ്ദേഹം ചെലവാക്കിയത്. അതുപോലെ തന്നെ മറ്റു മതങ്ങളിലെ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ അതാത് മതങ്ങളുടെ രീതികൾ അനുവർത്തിച്ചുകൊണ്ട് ജീവിച്ച് അത് മനസ്സിലാക്കി, അതും എല്ലാം ഈശ്വരനിലേക്ക് നയിക്കുന്ന മാർഗങ്ങളാണ് എന്ന് അനുഭവിച്ച് ഒരു ശതാബ്ദക്കാലം മുമ്പ് ഇത് അനുഭവിച്ച് കണ്ട ഒരു വലിയ ഗുരുവാണ് ഈ ചട്ടമ്പി സ്വാമികൾ. ആ രീതിയിൽ എല്ലാ മതങ്ങളെയും മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും പരിശ്രമം നടത്തിയ വ്യക്തികൾ ഒരുപക്ഷെ കുറവായിരിക്കും. അപ്പം അങ്ങനെ ഒരു പാരസ്പര്യം അവർ തമ്മിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വിവേകാനന്ദൻ, അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ സന്ദർശിക്കുന്ന കാര്യങ്ങൾ, ആ കഥയൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്മുദ്ര എന്ന് പറയുന്ന ആ മുദ്ര, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയ്ക്കൊക്കെ ഇടയിൽ അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ ആദ്യം കാണുന്ന 1892-ലാണ്. 1893-ലാണ് വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായ ചിക്കാഗോ പ്രഭാഷണം. അപ്പം അതിന് തൊട്ടു മുമ്പാണ് എൻ്റെ തലേവർഷമാണ് ഇദ്ദേഹം കാണുന്നത്. കാണുന്ന സമയത്ത് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ പല ആളുകളോട് ഇദ്ദേഹം ചോദിക്കേണ്ടായി, ചിന്മുദ്ര ഒന്ന് വിശദീകരിച്ച് തരാമോ? ചിന്മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്തുണ്ടാക്കുന്ന മുദ്രയാണ്. ഇതിൻ്റെ വിശദീകരണം എന്താണ് എന്ന് ചോദിച്ചിട്ട് ആർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിൻ്റെ ആത്മവിദ്യാപരമായ അറിവാണ് വിവേകാനന്ദന് വേണ്ടിയിരുന്നത്. ചട്ടമ്പി സ്വാമികളെ കണ്ടപ്പോഴും അദ്ദേഹം അത് ചോദിച്ചു.
ഇപ്പം ചട്ടമ്പി സ്വാമികൾ അത് വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചില അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴം കൊണ്ട് അത് ചോദിച്ചപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് വിവേകാനന്ദനെ അത്ഭുതപ്പെടുത്തി എന്നാണ് കഥ. അപ്പം ആ രീതിയിൽ അവർ തമ്മിലുള്ള ബന്ധം അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പം വിവേകാനന്ദൻ പറഞ്ഞിട്ട് കാണാമെന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു സ്വാമി, ആനന്ദൻ എന്ന പേരുള്ള ഒരു സ്വാമി ചട്ടമ്പി സ്വാമികളെ കാണാനായിട്ട് കേരളത്തിലെത്തി എന്നുകൂടി ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഈ മഹാത്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മഹത് വ്യക്തികൾ അവർക്ക് എപ്പോഴും കാണുവാനായിട്ടുള്ള അവസരങ്ങൾ ഇങ്ങനെ പ്രകൃതി തന്നെ അല്ലെങ്കിൽ കാലം തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം ഒരു മഹാജ്ഞാനിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജ്ഞാന സാഗരം അദ്ദേഹം ഇവിടെ എന്തൊക്കെയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് മുൻവിധിയില്ലാതെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ശേഷി ഉള്ള വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ നമ്മളെപ്പോലെ അദ്ദേഹം സ്കൂളിലും കോളേജിലൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഭവിച്ചു. കാരണം ഈ ഒരിടത്തും പഠിക്കാത്തതുകൊണ്ട് എവിടെ നിന്ന് ജ്ഞാനം കിട്ടിയാലും അതെല്ലാം ഇങ്ങനെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തി വികസിപ്പിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പലപ്പോഴും നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ആകർഷണവും വികർഷണവും ഉണ്ടാവും. ആകർഷണം എന്ന് പറയുന്നത് നമ്മളതിൽ ഏതുമായിട്ട് പരിചയപ്പെട്ടോ ആ കാര്യങ്ങളോടൊരു ആകർഷണം. വികർഷണം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെടാത്ത എല്ലാത്തിനോടും ഒരു വികർഷണം. ഇത് രണ്ടും നമ്മൾ കോളേജിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ നേടുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് അത്ര ഒരു ദൗർഭാഗ്യം ഉണ്ടാവാതിരുന്നുകൊണ്ട് ഇദ്ദേഹം വളരെയധികം ഏത് ജ്ഞാന സമ്പത്ത് എവിടെ നിന്ന് കിട്ടിയാലും അതെല്ലാം ഇങ്ങനെ ആകർഷിച്ചെടുക്കാനുള്ള ഒരു ത്വരയിൽ ജീവിതം മുന്നോട്ട് നയിച്ച വ്യക്തിയാണ് എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം അറിവ് നേടാത്ത മേഖലകളില്ല. സംഗീതം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ ഏത് ഉപകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അതെല്ലാം വായിക്കാനും ആ സംഗീതത്തിനെ കുറിച്ചുള്ള അപാരമായ ജ്ഞാനം അദ്ദേഹം നേടുകയുണ്ടായി. അദ്വൈതം പോലുള്ള വേദാന്തം, അതുമല്ലെങ്കിൽ പിന്നെ വേദാന്തത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടകോപനിഷത്തിൽ പറയുന്നത് അപരജ്ഞാനവും അപരവിദ്യയും പരാവിദ്യ അപരാവിദ്യയും ഉണ്ടല്ലോ. അപരാവിദ്യയെ കുറിച്ച് പറയുന്നത് ഋക്കും യജുസ്സുമത അഥർവവേദം ഛന്ദസ് ഭാഷയുടെ രീതികൾ ശിക്ഷകൽപ്പം ജ്യോത്സ്യം നിരുക്തമിവയാണ് അപരം പരത്താൽ ബ്രഹ്മത്തെയാണ് അറിവത് അക്ഷരമാണതെന്നാണ്. ഋക്കും യജുസ്സുമത സാമമഥർവവേദം ഛന്ദസ് ഭാഷയുടെ രീതികൾ ശിക്ഷകൽപ്പം ജ്യോത്സ്യം നിരുക്തമിവയാണ് അപരം പരത്താൽ ബ്രഹ്മത്തെയാണ് അറിവത് അക്ഷരമാണതെന്നും എന്നാണ്. അപ്പം 4 വേദങ്ങളും 6 വേദാംഗങ്ങളും ചേരുന്ന ഈ 10 വിഭാഗങ്ങളും അതിനെല്ലാം അപരാവിദ്യ എന്നാണ് പറയുന്നത്. അപരാവിദ്യ എന്ന് പറയുന്നത് അവിദ്യ, അപരാവിദ്യ ചുരുക്കിയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ എന്ന് ഉപനിഷത്തിലൊക്കെ വിവക്ഷിക്കുന്ന ഈ 10 കാര്യങ്ങളും അദ്ദേഹം മുഴുവൻ അതിൻ്റെ ജ്ഞാനം സ്വായത്തമാക്കി. പരാവിദ്യ എന്ന് ഉപനിഷത്തിലൊക്കെ പറയുന്ന ബ്രഹ്മജ്ഞാനം അതിലും അദ്ദേഹം വലിയ പാരംഗതനായിട്ട് മാറി. നമുക്ക് ഈശാവാസി ഉപനിഷത്തിലൊക്കെ വിദ്യാംജ യസ്തദ്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാമൃതമശ്നുതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്തം തമ പ്രവിശന്തി ഏ വിദ്യാം ഉപാസതേ തതോ ഹുയേവതേതമോ യൗ വിദ്യായാം രഥ എന്നൊരു ശ്ലോകമുണ്ട്. അതായത് അവിദ്യയെ അന്വേഷിക്കുന്നവർ ഏറ്റവും വലിയ ഇരുട്ടിൽ പ്രവേശിക്കുന്നതാണ്. അന്തം തമ പ്രവിശന്തി ഏ വിദ്യാം ഉപാസതേ തതോ ഹുയേവതേതമോ യൗ വിദ്യായാം രഥ. അതായത് അവിദ്യ അന്വേഷിക്കുന്നവർ ഇരുട്ടിൽ പ്രവേശിക്കുന്നു. പക്ഷെ ആരെങ്കിലും വിദ്യയെ മാത്രം അന്വേഷിക്കുകയാണെങ്കിൽ അവർ അതിലും വലിയ ഇരുട്ടിൽ പ്രവേശിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അന്തം തമ പ്രവിശന്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവിദ്യയെ അന്വേഷിക്കുന്നവർ ഇരുട്ടിൽ പ്രവേശിക്കുന്നു. അവിദ്യ എന്ന് പറയുന്നത് കാണപ്പെടുന്ന പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവാണ്. അതിനെ അന്വേഷിക്കുന്നവർ നമ്മുടെ ഇന്ന് ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതെല്ലാം ഉപനിഷത്തിൻ്റെ ദൃഷ്ടിയിൽ അവിദ്യയാണ്. കാരണം അവിദ്യ അന്വേഷിക്കുന്നവർ ഇരുട്ടിൽ പ്രവേശിക്കുന്നു. പക്ഷേ വിദ്യ, അതായത് ഇതിൻ്റെ എല്ലാം പിറകിലുള്ള പരമാത്മാവിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാരണം അന്വേഷിക്കുന്നവർ. ഈ ശരീരത്തിൻ്റെ തന്നെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അങ്ങനെ 3 ശരീരം ഉണ്ടെന്നാണ് വയ്പ്. അപ്പം കാരണത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾ അതിലും വലിയ ഇരുട്ടിൽ പ്രവേശിക്കുന്നതാണ്. അതെന്താണ് കാരണം? അതുകൊണ്ട് ഇത് രണ്ടും അന്വേഷിക്കലാണ് മനുഷ്യൻ്റെ യഥാർത്ഥമായ ജ്ഞാനാന്വേഷണം എന്ന് ഉപനിഷത്തിൽ പറഞ്ഞതിനെ അതിനെ ജീവിതത്തിലൂടെ അതിനെ അവതരിപ്പിച്ച അല്ലെങ്കിൽ അതിനെ അനുഭവിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് അദ്ദേഹത്തിൻ്റെ അറിവന്വേഷിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളും അറിവന്വേഷിച്ചുകൊണ്ടുള്ള അദ്ദേഹം പല പല ഗുരുക്കന്മാരെ ആശ്രയിച്ചതും എല്ലാം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എവിടെ ഏതെങ്കിലും ഗുരുവിനെ ഏതെങ്കിലും
കാര്യത്തിൽ അറിവുണ്ട് എന്ന് തോന്നിയാൽ അദ്ദേഹം ആ ആളെ ഗുരുവായിട്ട് സ്വീകരിച്ച് ആ അറിവ് നേടാനായിട്ട് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കാരണം വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾക്ക് എത്ര ഗുരുക്കന്മാരുണ്ടായെന്ന് വെച്ചാൽ വളരെയധികം ഗുരുക്കന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ശിഷ്യന്മാരും ഉണ്ടായിട്ടുണ്ട്. തനിക്ക് കിട്ടിയ അറിവ് അതുപോലെ മറ്റുള്ളവർക്ക് ഏത് അറിവാണെങ്കിലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അദ്ദേഹം എപ്പോഴും ശ്രദ്ധ കാണിച്ചിരുന്നു. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, മൃഗങ്ങൾ, പക്ഷികൾ, ഒരു അഹിംസ. ഈ ഉപനിഷത്തുകളിലെ എല്ലാ തത്വങ്ങളും 4 വാക്കിൽ പറയണമെന്ന് പറഞ്ഞാൽ 4 വാക്കിൽ വേണമെങ്കിൽ പറയാം. അതും അല്ലെങ്കിൽ 4 വാക്യത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മഹാവാക്യങ്ങൾ എന്ന് പറയുന്ന 4 മഹാവാക്യങ്ങളുണ്ട്. 4 വാക്ക് എന്ന് പറയുന്നത് അഭയം, അഹിംസ, അസംഗം, ആനന്ദം എന്നതാണ്. ഈ അഭയം, ഭയമില്ലായ്ക; അഹിംസ, നോൺ വയലൻസ്; അസംഗം, നോൺ അറ്റാച്ച്മെന്റ്; ആനന്ദം. അതാണ് ഈ 4 വാക്കുകളിൽ നമ്മൾ ഉപനിഷത്തിന്റെ എല്ലാ തത്വങ്ങളും നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്ന് പറയാറുണ്ട്. ഈ 4 വാക്കുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമാക്കിയ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പല കഥകളും അതിന് ഉദാഹരണമായിട്ട് ഈ പുസ്തകത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാവാക്യങ്ങളുണ്ട്. ഏതായാലും ഈ ലോകത്തിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളും, അത് സസ്യങ്ങളാകട്ടെ അല്ലെങ്കിൽ വിവിധ പക്ഷികളാകട്ടെ മൃഗങ്ങളാകട്ടെ, എന്തായാലും അതെല്ലാം അദ്ദേഹം അതിനെ സമഭാവനയോടെ കാണാനും അവയെല്ലാം അഹിംസയുടെ ആ കണ്ണിലൂടെ അവയെ സമീപിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് അവയെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ട് മാറി. നാരായണഗുരു തന്നെ ശ്ലോകത്തിൽ ജനനി നവരത്നമഞ്ജരിയിലോ മറ്റുമാണ് ഉള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖകം താനായതും തര നദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായതിന്നറിയുമീ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖകം താനായതും. അപ്പൊ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഈശ്വരന്റെ രൂപങ്ങളാണ് എന്ന ആ ഒരു അനുഭവം മനസ്സിൽ ഉറച്ച വ്യക്തികൾക്ക് മാത്രമേ ഈ പക്ഷിമൃഗാദികളെല്ലാം ഇതുപോലെ സുഹൃത്തുക്കളാക്കാനും അവയുടെ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത് സാധിച്ച ഒരു സിദ്ധനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പക്ഷികളോടും, നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി നായ്ക്കളോടും എല്ലാം, ഏത് ജീവിയാണെങ്കിലും അതിനെല്ലാം, പാമ്പ്, ഈ തരം ജീവജാലങ്ങൾ അദ്ദേഹത്തിനോടും അതുപോലെ തന്നെ പ്രതികരിച്ചിരുന്നു എന്നുള്ള കഥകൾ, നിരവധി കഥകൾ ഈ പുസ്തകത്തിൽ അതിന് ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ജീവജാലങ്ങളെല്ലാം ഈ ചട്ടമ്പി സ്വാമികളെയും റെക്കഗ്നൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ അദ്ദേഹത്തിന് പ്രകൃതിയെ കാണാനായിട്ട് കഴിഞ്ഞു. പ്രകൃതി അദ്വൈത ദർശനത്തിൽ നിന്ന് ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അത് ജീവിതത്തിൽ അനുഭവമാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഈ പ്രകൃതിയുമായിട്ടൊക്കെ ഒത്തുചേരാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അതുപോലെ വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിനുണ്ടായ അറിവ്, സിദ്ധവൈദ്യനെ അദ്ദേഹം ഗുരുവാക്കി, ഒരു സിദ്ധവൈദ്യനെ. എന്നിട്ട് സിദ്ധവൈദ്യം മുഴുവൻ അദ്ദേഹം ആ ശാസ്ത്രത്തിൽ വളരെയധികം അറിവ് നേടി. ആയുർവേദം, സിദ്ധവൈദ്യം, പിന്നെ പ്രാചീന മലയാളം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആദിഭാഷ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഭാഷയുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ തലങ്ങളിലേക്ക് അദ്ദേഹം കടന്നുപോയതുകൊണ്ട് ഇന്ന് ഭാഷയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അതൊരു ഗവേഷണത്തിനൊക്കെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ആദിഭാഷ. അല്ലെങ്കിൽ തമിഴ് പോലെ പല ഭാഷകളിലും അദ്ദേഹം പ്രാവീണ്യം നേടി. തമിഴ് എന്ന് പറയുന്നത് സംസ്കൃതം, ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയാണ് തമിഴ്. ഏറ്റവും പഴക്കമേറിയ ഭാഷയാണ്. 2ാമത് പഴക്കമേറിയ ഭാഷ സംസ്കൃതമാണ്. ഈ സംസ്കൃതം പോലും തമിഴിൽ നിന്നുണ്ടായതാണ് എന്നുള്ള ഒരു കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അത്തരം കാര്യങ്ങളിൽ എത്തിച്ചേർന്നത്, അത്തരം നിഗമനങ്ങളിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നത് ഇന്നത്തെ ഭാഷാ പണ്ഡിതന്മാർക്കൊക്കെ ഗവേഷണം നടത്താവുന്ന ഒരു വിഷയമാണ്. അപ്പൊ ആ രീതിയിൽ പല മേഖലകളിലും അദ്ദേഹത്തിന്റെ ജ്ഞാനം, അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ തത്വങ്ങൾ അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലും അദ്ദേഹം നിരൂപണം ചെയ്തു. പിന്നെ ഈ ഉപനിഷത്തുകളെ വേണ്ട വിധം നിർവഹിച്ചതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഈ അന്നത്തെ സാമൂഹ്യമായ അനാചാരങ്ങളെല്ലാം, അത് അനാചാരങ്ങളാണ്, ഉപനിഷത്ത് ദൃഷ്ടിയിൽ അതെല്ലാം തെറ്റാണ്, അതല്ലാതെ ശരിയായ രീതിയിൽ ഇപ്പോൾ സ്ത്രീകളുടെ സ്ഥാനമാണെങ്കിലും അന്നത്തെ ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന്റെ ആ ഒരു അധിനിവേശമാണെങ്കിലും എല്ലാം അതെല്ലാം തെറ്റാണ് എന്ന് ഉപനിഷത്തുകൾ ഉദ്ധരിച്ച് പറയാനായിട്ടുള്ള ജ്ഞാനം അദ്ദേഹം സമ്പാദിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട്
ഒരുപക്ഷെ ആ ഒരു കാഴ്ചപ്പാട് ഈ 5 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഈ ചർച്ചകളിലൂടെയും പല രീതിയിൽ ശ്രീനാരായണ ഗുരുവിന് പകർന്നു കിട്ടിയതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഉപനിഷത്ത് തത്വങ്ങൾ സമൂഹത്തിൽ എങ്ങനെയാണ് മാറ്റത്തിന് ഉപയോഗിക്കാൻ സാധിക്കുക എന്നത് ശ്രീനാരായണ ഗുരുവിന് അത്തരത്തിലുള്ള ഒരു ദർശനം കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഈ 2 മഹാഗുരുക്കന്മാരുടെ ആ ഒരു സമാഗമം, അവർ തമ്മിലുള്ള ആ ഒരു സംസർഗം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു കൂടിക്കാഴ്ചയും ഇതുപോലുള്ള മഹാജ്ഞാനികൾ നമ്മുടെ സമൂഹത്തിൽ അന്നുണ്ടായതുകൊണ്ട് അതിൻ്റെ ഗുണം ഒരു സാമൂഹ്യപരമായൊരു നവോത്ഥാനത്തിന് കേരളത്തിന് പിന്നീട് ഉണ്ടായതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മഹാജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാരായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇവരെക്കുറിച്ച് പഠിക്കുക, അവരുടെ ജീവിതം കൂടുതൽ പഠിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ കാഴ്ചപ്പാട് ഈ കാലത്തിന് മുമ്പേ നടന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക്, കാരണം അവരൊക്കെ ജീവിച്ച അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ പരിസ്ഥിതിയിൽ ഒക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ചിന്തകളൊക്കെ എത്രമാത്രം ഉദാത്തമായിരുന്നു എന്ന് നമുക്ക് ഇന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മൾ ഇന്ന് കാണുന്ന മറ്റൊരു രാജ്യമാണ്, മറ്റൊരു കേരളമാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കില്ല. പക്ഷേ 1853 വരെ, അല്ലെങ്കിൽ ആ ഈ ചട്ടമ്പി സ്വാമികളുടെ ജനന വർഷം വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഇവിടെ അടിമത്തം ഉണ്ടായിരുന്നത് മാത്രമല്ല, മനുഷ്യരെ അടിമകളായിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചില വ്യവസ്ഥിതികളൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനമാണത് ഇത്. അപ്പോൾ അന്നത്തെ അത്രയും പ്രാകൃതമായ ഈ സംസ്ഥാനത്ത് ജീവിച്ചു വളർന്ന വ്യക്തിയാണ് ഇതുപോലെ മഹാജ്ഞാനം സമ്പാദിച്ച് ഇത്രയും ഉന്നതമായ ഉദാത്തമായ ചിന്തകളിൽ എത്തിച്ചേരുകയും അതനുസരിച്ച് സ്വന്തം ജീവിതത്തെയും അതുപോലെ തന്നെ ഈ സമൂഹത്തെയും മുന്നോട്ട് നയിക്കുവാനായിട്ട് പ്രയത്നിക്കുകയും ചെയ്തത് എന്നുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജ്ഞാനം അദ്ദേഹം പ്രദാനം ചെയ്തത് എന്നുള്ളത് നമുക്ക് വളരെയധികം നമുക്കെല്ലാം ഒരു ഊർജം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്രയും മനോഹരമായ രീതിയിൽ ലീലാപ്രഭു എന്ന പേരിൽ ജീവചരിത്രം എഴുതിയ ശ്രീ സുധീറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ഒരു വളരെ പാരായണക്ഷമമാണെന്നുള്ളതാണ്. കാരണം ഒരു ജീവചരിത്രം എന്ന് പറയുന്നത് അതൊരു നോവൽ പോലെ വായിച്ചു പോകാവുന്നതാണ്. അങ്ങനെ ഒരുപക്ഷെ ആ രീതിയിലായിരിക്കും അദ്ദേഹം ഒരു നോവൽ എന്നതിന് പേരിട്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ആദ്യത്തെ പേജിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് അതിൻ്റെ അവസാനത്തെ പേജ് വരെ എത്താനായിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള കഥകളും അതിനനുസരിച്ചുള്ള നാടകീയതയും, ഒരുപക്ഷെ നാടകീയത ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കുറച്ച് നാടകീയനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും വളരെയധികം നാടകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ധാരാളം ചെയ്തിട്ടുണ്ട്. കാരണം ജീവിതം തന്നെ ഒരു നാടകമായിട്ട് വിചാരിച്ചുകൊണ്ടാണ്. ഉള്ളൂര് ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, നമോസ്തുദേമ ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തകഗണം ഇതിൽ ഞാനും ഒരൽപാംഗം എന്ന്. വേഷം എനിക്കെന്തെന്ന് വിളിപ്പത് വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. ഇത് ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ജീവിതത്തിനെ കുറിച്ച് നാടകമാണ്. അപ്പോൾ ഈ ജീവിതം, ഈ നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാ, ഒരു നാടകമേ ഉലകം എന്ന രീതിയിൽ ഈ ജീവിതത്തെയും ലോകത്തെയും കാണാൻ കഴിയുന്ന വ്യക്തികൾക്കാണ് ലീലാരസം അവരുടെ ജീവിതത്തിൽ വരുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജ്ഞാനസന്ധ്യ എന്ന ഈ പദത്തിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി മീൻസ് വിത്ത് സയൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എഞ്ചിനീയറിംഗിൽ PhD ഹോൾഡറായിട്ടുള്ള VP ജോയ് സാർ എത്ര സുന്ദരമായിട്ടാണ് നമുക്കറിയാം വളരെ സങ്കീർണമായിട്ടുള്ള ആത്മീയ തത്വങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി അടുത്തത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ട ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ സീപോർട്ട്, മെഡിക്കൽ ഡോക്ടർ, സിംഗർ, ഡാൻസർ, ആക്ടർ ആൻഡ് വാട്ട് മോർ. അപ്പൊ മാമിനെ കാണാനായിട്ട് കുറെ പ്രാവശ്യം ശ്രമിച്ചിരുന്നു, ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ തന്നെ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ ഇന്ന് നേരിട്ട് മാമോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS അവരുടെ ക്ഷണിക്കും.